സ്റ്റുഡൻസ്, വെൽക്കം ടു ദ ക്ലാസ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? 2 പോർട്ട് നെറ്റ്വർക്ക് അല്ലേ? കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ് 2 പോർട്ട് നെറ്റ്വർക്കാണ്. അപ്പോൾ എന്താണ് 2 പോർട്ട് നെറ്റ്വർക്ക്? എന്താണ് 2 പോർട്ട് നെറ്റ്വർക്ക്? അതായത് ഒരു 2 പോർട്ട് നെറ്റ്വർക്കിൽ എന്തുണ്ടാകും? എ പെയർ ഓഫ് ഇൻപുട്ട് ടെർമിനൽസും ഉണ്ടാകും, എ പെയർ ഓഫ് ഔട്ട്പുട്ട് ടെർമിനൽസും ഉണ്ടാകും. അപ്പോൾ 2 പോർട്ട് നെറ്റ്വർക്കിനെ എന്ത് ചെയ്യണം? മോഡൽ ചെയ്യണം അല്ലേ? ഒരു നെറ്റ്വർക്കിനെ അനലൈസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ നെറ്റ്വർക്കിനെ മോഡൽ ചെയ്യണം. അപ്പോൾ ഏതൊക്കെ ടൈപ്സ് ഓഫ് മോഡലിംഗ് ഉണ്ട്? സെറ്റ് പാരാമീറ്റർ മോഡലിംഗ്, വൈ പാരാമീറ്റർ, എച്ച് പാരാമീറ്റർ ആൻഡ് ABCD ഓർ T പാരാമീറ്റർ. ഇത്രയും ടൈപ്സ് ഓഫ് മോഡലിംഗ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തെല്ലാം പഠിച്ചു? സെറ്റ് പാരാമീറ്റർ ആൻഡ് വൈ പാരാമീറ്റർ പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് എച്ച് പാരാമീറ്റർ ആൻഡ് ടി പാരാമീറ്റർ ആണ്. അപ്പോൾ എച്ച് പാരാമീറ്ററിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ എന്താണ് 2 പോർട്ട് നെറ്റ്വർക്ക്? ഒരു നെറ്റ്വർക്ക് ഹാവിങ് എ പെയർ ഓഫ് ഇൻപുട്ട് ടെർമിനൽസ് ആൻഡ് എ പെയർ ഓഫ് ഔട്ട്പുട്ട് ടെർമിനൽസ്. Here it shows a 2 port network. Here it shows a 2 port network having a pair of input terminals having voltage V1 and I1 at its input terminal and voltage V2 and current I2 at its output terminal. അല്ലേ? V1 ഉം I1 ഉം ഇൻപുട്ട് ടെർമിനലിലുള്ള കറൻ്റാണ്. V2 ആൻഡ് I2 ഔട്ട്പുട്ട് ടെർമിനലിലുള്ള കറൻ്റാണ്, കറൻ്റ് ആൻഡ് വോൾട്ടേജ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് മോഡൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് എച്ച് പാരാമീറ്റർ ഇറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് സെഡ് ആൻഡ് വൈ പാരാമീറ്റർ. അപ്പോൾ ഇക്വേഷൻ നോക്കുക, ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ V1ൻ്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് എച്ച് പാരാമീറ്ററിൽ എഴുതിയിട്ടുണ്ട്. V1 ഈസ് ഈക്വൽ ടു H11 I1 plus H12 I2. V1 is equal to H11 I1 plus H12 V2. Similarly, I2, equation for I2 is equal to H21 I1 plus H22 V2. ഇനി ഇതിനെ അനലൈസ് ചെയ്യണം അല്ലേ? നമുക്ക് എന്താണ് വേണ്ടത്? എച്ച് പാരാമീറ്റേഴ്സാണ് വേണ്ടത്. അപ്പോൾ H11, H12, H21, H22 ഇതിൻ്റെയൊക്കെ ഇക്വേഷൻസ് നമുക്കറിയണം. ഇതിൻ്റെയൊക്കെ ഇക്വേഷൻസ് അറിയണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ചില കണ്ടീഷൻസ് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? V2 0 ആക്കുന്നു. V2 എന്താണ്? V2 മീൻസ് വോൾട്ടേജ് അറ്റ് ദി ഔട്ട്പുട്ട് ടെർമിനൽ അല്ലേ? ഔട്ട്പുട്ട് ടെർമിനലുള്ള വോൾട്ടേജ് ആണേത്? V2 ഈക്വൽ ടു 0 മീൻസ് ഔട്ട്പുട്ട് ടെർമിനൽ എന്ത് ചെയ്യുന്നു? ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു. ഔട്ട്പുട്ട് ടെർമിനൽസ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ V2 0 ആക്കി വയ്ക്കുന്നു. അപ്പോൾ എന്ത് വരും? ഇക്വേഷൻസ് ചേഞ്ച് ആവുമല്ലോ. ഇക്വേഷൻസ് എന്താകും? V2 0 ആയിട്ട് പുട്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? ഇക്വേഷൻസ് എങ്ങനെ വരും? ഇക്വേഷൻ V1 അല്ലേ? ഫസ്റ്റ് വൺ V1 ഈസ് ഈക്വൽ ടു H11 I1. V1 എന്തായിട്ട് വരും? H11 I1. അവിടെ നിന്ന് H11ൻ്റെ വാല്യൂസ് ഡയറക്റ്റ് കിട്ടുമല്ലോ. H11 ഈസ് ഈക്വൽ ടു V1 ഡിവൈഡ് ബൈ I1. സിമിലർലി സെക്കൻഡ് ഇക്വേഷനിൽ V2 0 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ വരും? ഇക്വേഷൻ I2 ഈസ് ഈക്വൽ ടു H21 I1. I2 ഈസ് ഈക്വൽ ടു H21 I1. ഫ്രം ദിസ് H21 ഈസ് ഈക്വൽ ടു I2 ഡിവൈഡ് ബൈ I1. H21 ഈസ് ഈക്വൽ ടു I2 ഡിവൈഡ് ബൈ I1. അപ്പോൾ എന്തൊക്കെയായി? H11ൻ്റെ വാല്യൂസായി, ഇക്വേഷനായി. H21ൻ്റെ ഇക്വേഷൻ ആയി. ഇനി എന്തൊക്കെ വേണം?
H22 ആൻഡ് H12 അല്ലേ? H22ഉം H12ഉം കണ്ടുപിടിക്കണം. അതിന് വേറൊരു കണ്ടീഷൻ അസ്യൂം ചെയ്യുന്നു. അതായത് നൗ മേക്ക് I1 ഈസ് ഈക്വൽ ടു 0. I1 എന്താണ്? അതെ, ഇൻപുട്ട് ടെർമിനലിലുള്ള കറൻ്റ് ആണ് അല്ലേ? I1 മീൻസ് കറൻ്റ് അറ്റ് ദി ഇൻപുട്ട് ടെർമിനൽ. അപ്പോൾ I1 0 ആക്കി വെച്ചാൽ എന്താണ്? I1 0 മീൻസ് ഇൻപുട്ട് ടെർമിനൽ ഓപ്പൺ സർക്യൂട്ട് ആക്കുന്നു. I1 0 മീൻസ് ഇൻപുട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ I1 0 ആയ ആ ഒരു കണ്ടീഷൻ നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷൻ, ഫസ്റ്റത്തെ V1ൻ്റെയും I2ൻ്റെയും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ പുതിയ ഇക്വേഷൻ കിട്ടുമല്ലോ. അതായത് V1 ഈസ് ഈക്വൽ ടു H12 V2. അപ്പോൾ ഇതിന്ന് H12 ഈസ് ഈക്വൽ ടു V1 ഡിവൈഡ് ബൈ V2. H12 ഈസ് ഈക്വൽ ടു V1 ബൈ V2. സിമിലർലി സെക്കൻഡ് ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? I1 0 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ I2 ഈസ് ഈക്വൽ ടു H22 V2 അല്ലേ? I2 ഈസ് ഈക്വൽ ടു H22 V2. ഫ്രം ദിസ് H22ൻ്റെ വാല്യൂ എന്താകും? H22 ഈസ് ഈക്വൽ ടു I2 ഡിവൈഡ് ബൈ V2. അപ്പോൾ H പാരാമീറ്ററിൽ എല്ലാ വാല്യൂസിൻ്റെയും ഇക്വേഷൻ കിട്ടിയല്ലോ. H11, H12, H21 ആൻഡ് H22. അപ്പം H11 ഈസ് ദി ഷോർട്ട് സർക്യൂട്ട് ഇൻപുട്ട് ഇമ്പിഡൻസ്. H11 എന്താണ്? ഷോർട്ട് സർക്യൂട്ട് ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്. H22 ഓപ്പൺ സർക്യൂട്ട് ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് ആണ്. H21 ഷോർട്ട് സർക്യൂട്ട് ഫോർവേഡ് കറണ്ട് ഗെയിൻ ആണ്. അതുപോലെ സിമിലർലി H12 ഈസ് ദി ഓപ്പൺ സർക്യൂട്ട് റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ. സോ by using this we can form an equivalent circuit. By using this equation, first equations, we can form an equivalent circuit. That is by using the first equation, V1 is equal to H11 I1 plus H12 V2. അപ്പോൾ V1ൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഫസ്റ്റത്തെ പാർട്ട് ഡ്രോ ചെയ്യുന്നു. സിമിലർലി I1ൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? I2ൻ്റെ ഇക്വേഷൻ, I2 ഈസ് ഈക്വൽ ടു എന്താണ്? H21 I1 പ്ലസ് H22 V2. അപ്പം V1ൻ്റെയും I2ൻ്റെയും ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഈക്വലൻ്റ് സർക്യൂട്ട് ഡ്രോ ചെയ്യുന്നു. സിമ്പിളാണത്. എന്ത് ചെയ്യുന്നു? ഫസ്റ്റത്തേൽ KVL അപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണ് ഫസ്റ്റത്തെ ആ പാർട്ട് ഡ്രോ ചെയ്തത്. സെക്കൻഡ് വണ്ണിൽ KCL അപ്ലൈ ചെയ്യുന്നു. അതായത് കറണ്ട് I1 എന്താകുന്നു? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു അല്ലേ? I1 H21 I1ഉം H22 V2 ആയിട്ട് കറണ്ട് എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷനിൽ ഫസ്റ്റത്തെ ഇക്വേഷൻ KVL വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഈക്വലൻ്റ് സർക്യൂട്ട് ഡ്രോ ചെയ്യുന്നു. സിമിലർലി KCL വെച്ചിട്ട് സെക്കൻഡ് പാർട്ടും ഡ്രോ ചെയ്യുന്നു. സിമ്പിളാണിത്, മനസ്സിലാക്കുക. സിമ്പിളാണ്. അപ്പോൾ ഇത്രയാണ് H പാരാമീറ്ററിൽ പഠിക്കാനുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് ഇക്വേഷൻ ഫോം ചെയ്യുന്നു. H പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്യുന്നു. അതിനുശേഷം ചില കണ്ടീഷൻസ് അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഓരോ വാല്യൂസിൻ്റെയും ഓരോ പാരാമീറ്റേഴ്സിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഫോം ചെയ്യുന്നു. അതായത് H11, H12, H21, H22 ഫോം ചെയ്യുന്നു. ശേഷം ഈക്വലൻ്റ് സർക്യൂട്ട് ഡ്രോ ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് H പാരാമീറ്ററിൽ പഠിക്കാനുള്ളത്. ഒരു മോഡലിംഗ് കൂടിയുണ്ട്. അതാണ് അടുത്ത നെക്സ്റ്റ് വൺ. ABCD പാരാമീറ്റർ ഓർ T parameter. ABCD or T parameter. T means transmission parameter എന്നും കൂടി പറയാം.
അപ്പോൾ എ ബി സി ഡി ഓർ ടി പാരാമീറ്റർ. അപ്പോൾ കൺസിഡർ എ 2-port നെറ്റ്വർക്ക്. കൺസിഡർ ദിസ് 2-port നെറ്റ്വർക്ക് ഹാവിംഗ് V1 and I1 are the voltage and current at the input terminal, and V2 and I2 are the voltage and current at the output terminals. By using this voltage and current, we can form an equation like this. V1 is equal to AV2 minus BI2. V1 is equal to AV2 minus BI2. I1 is equal to CV2 minus DI2. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച പോലെ സെഡ് ആൻഡ് വൈ പാരാമീറ്റർ അതുപോലെ എച്ച് പാരാമീറ്ററിലൊക്കെ പഠിച്ച പോലെ തന്നെയാണ് എ ബി സി ഡി പാരാമീറ്റർ. അപ്പോൾ ഇതിൽ നെയിമിൽ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്താണ് എ ബി സി ഡി അല്ലേ. ആ ഒരു കോൺസ്റ്റൻറ്റ് എ ബി സി ഡി അത് വെച്ചിട്ടാണ് ഇക്വേഷൻ എന്ത് ചെയ്യുന്നത് ഫോം ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ കേസിൽ പറഞ്ഞ പോലെ H11 ആ ഒരു കേസിൽ ഇവിടെ എന്താണ് എ ആണല്ലേ. എച്ച് പാരാമീറ്ററിൽ H11ൻ്റെ ടേമിന് പകരം ഇവിടെ എന്താണ് എ ആണ് എ. സിമിലർലി H12ന് പകരം എന്താണ് ബി ആണ്. അതുപോലെ സി ആൻഡ് ഡി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു മാർക്ക് ചെയ്യുന്നു. അപ്പം ഇക്വേഷൻ ഫോം ചെയ്തു. ഇക്വേഷൻ ഫോം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം കണ്ടീഷൻസ് അസ്യൂം ചെയ്യണം അല്ലേ. കണ്ടീഷൻസ് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഹിയർ മേക്ക് I2 ഈസ് ഈക്വൽ ടു 0. I2 എന്താണ് ഔട്ട്പുട്ട് ടെർമിനലുള്ള കറൻ്റാണ് I2. I2 0 മീൻസ് ഓപ്പൺ സർക്യൂട്ടിംഗ് ദി ഔട്ട്പുട്ട് ടെർമിനൽ അല്ലേ. ഔട്ട്പുട്ട് ടെർമിനൽ എന്ത് ചെയ്യുന്നു ഓപ്പൺ സർക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ I2 0 ആക്കി വച്ചാൽ ഇക്വേഷൻ ചേഞ്ച് ആകുന്നു. ഫസ്റ്റത്തെ ഇക്വേഷൻ എന്താകും ഫസ്റ്റ് വൺ എന്താകും V1 ഈസ് ഈക്വൽ ടു AV2 അല്ലേ. V1 ഈസ് ഈക്വൽ ടു AV2. ഫ്രം ദിസ് വാല്യൂ ഓഫ് A ഈസ് ഈക്വൽ ടു എന്താണ് V1 ഡിവൈഡ് ബൈ V2. സിമിലർലി സെക്കൻഡ് ഇക്വേഷൻ I1ൻ്റെ ഇക്വേഷൻ നോക്കൂ. I1 from this I2 is equal to 0 by making I2 is equal to 0 I1 is equal to CV2 അല്ലേ. I1 is equal to CV2. From this C is equal to എന്തായി കിട്ടും C is equal to I1 divided by V2. ഇപ്പോൾ എൻ്റെ ഇക്വേഷൻ കിട്ടി, സിയുടെ ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് വേണം ബി ആൻഡ് ഡി. അതിനു വേണ്ടി അടുത്ത കണ്ടീഷൻ അസ്യൂം ചെയ്യുന്നു. മേക്ക് V2 ഈസ് ഈക്വൽ ടു 0. V2 0 മീൻസ് ഷോർട്ട് സർക്യൂട്ടിംഗ് ദി ഔട്ട്പുട്ട് ടെർമിനൽ അല്ലേ. V2 0 മീൻസ് ഷോർട്ട് സർക്യൂട്ടിംഗ് ദി ഔട്ട്പുട്ട് ടെർമിനൽ. അപ്പോൾ V2 0 ആക്കി അസ്യൂം ചെയ്താൽ എന്ത് ചെയ്യും ഇക്വേഷൻ ചേഞ്ച് ആകും അല്ലേ. V1ൻ്റെ ഇക്വേഷൻ എന്താകും V1 ഈസ് ഈക്വൽ ടു മൈനസ് ബി I2. V1 ഈസ് ഈക്വൽ ടു മൈനസ് ബി I2. ഫ്രം ദിസ് ബി ഈസ് ഈക്വൽ ടു എന്താകും മൈനസ് V1 ബൈ I2. ഇവിടെ ഒരു മൈനസ് സൈൻ പുട്ട് ചെയ്യുക. ഓക്കെ, ബി ഈസ് ഈക്വൽ ടു മൈനസ് V1 ബൈ I2. സിമിലർലി സെക്കൻഡ് ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. സെക്കൻഡ് ഇക്വേഷനിൽ I1 ഈസ് ഈക്വൽ ടു എന്താകും I1 ഈസ് ഈക്വൽ ടു എന്താകും മൈനസ് ഡി I2 അല്ലേ. I1 ഈസ് ഈക്വൽ ടു മൈനസ് ഡി I2. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു എന്താകും മൈനസ് I1 ബൈ I2 ആണ് കേട്ടോ. മൈനസ് I1 ബൈ I2 ആണ്. അവിടെ ഒരു മൈനസ് സൈൻ ആവശ്യമുണ്ട്. ഡി ഈസ് ഈക്വൽ ടു മൈനസ് I1 ബൈ I2 ആണ്. അപ്പോൾ ഇത്രയാണ് ടി പാരാമീറ്ററിൽ ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ചെയ്തത്? 2-port നെറ്റ്വർക്ക് കൺസിഡർ ചെയ്തു, അത് വച്ചിട്ട് ഇക്വേഷൻ ഫോം ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു കണ്ടീഷൻസ് അസ്യൂം ചെയ്തു. അതിനുശേഷം എ ബി സി ഡി അല്ലേ, എ ആൻഡ് ബി സി ഡി ഓരോന്നിൻ്റെയും
ഇക്വേഷൻ ഫോം ചെയ്തു. ഇത്രയാണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എ എന്താണ്? എ മീൻസ് ഓപ്പൺ സർക്യൂട്ട് റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ. എ എന്താണ്? ഓപ്പൺ സർക്യൂട്ട് റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ ആണ്. ടേം പഠിക്കണം. എ എന്താണ്? എ ഈസ് ഈക്വൽ ടു ഓപ്പൺ സർക്യൂട്ട് റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ. ഹിയർ -1/B ഉണ്ടല്ലോ, -1/B ഉണ്ടല്ലോ. അത് ഷോർട്ട് സർക്യൂട്ട് ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് ആണ്. -1/B ഈസ് ഈക്വൽ ടു ഷോർട്ട് സർക്യൂട്ട് ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് ആണ്. 1/C ഉണ്ടല്ലോ, 1/C ഇക്വേഷനിലുള്ളതാണ് ഇതൊക്കെ. 1/C എന്താണ്? ഓപ്പൺ സർക്യൂട്ട് ട്രാൻസ്ഫർ ഇമ്പിഡൻസ് ആണ്. 1/C എന്താണ്? ഓപ്പൺ സർക്യൂട്ട് ട്രാൻസ്ഫർ ഇമ്പിഡൻസ് ആണ്. സിമിലർലി ഡി ഉണ്ടല്ലോ, ഡി എന്താണ്? ഷോർട്ട് സർക്യൂട്ട് റിവേഴ്സ് കറൻറ്റ് ഗെയിൻ ആണ്. ഷോർട്ട് സർക്യൂട്ട് റിവേഴ്സ് കറൻറ്റ് ഗെയിൻ ആണ്. ഇത്രയാണ് നിങ്ങൾക്ക് ടി പാരാമീറ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ പ്രോബ്ലംസ് ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.